ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഫേഷ്യൽ. ഒരുപാട് പേര് ചെയ്തിട്ട് നമുക്ക് ത്രൂ വാട്സപ്പിലും അതുപോലെ കമൻറ്റ്സ് ത്രൂ ഒക്കെ നമുക്ക് നല്ല അഭിപ്രായങ്ങളും അതിൻ്റെ റിസൾട്ടൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ചേച്ചി ഇൻസ്റ്റൻറ്റ് തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക. വളരെ നല്ല ഒരു നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തുണ്ടാവണ ഇങ്ങനെ ചെറിയ കറുത്തപ്പാടുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള കറുത്തപ്പാടുകൾ. ചിലർക്ക് ഈ മുഖത്തിങ്ങനെ നഖമൊക്കെ കൊണ്ടിട്ട് ഉണ്ടാവണം ചെറിയ കുഞ്ഞു കുഞ്ഞു പാടുകളും അതുപോലെ ഈ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ടിങ് ഒക്കെ ഉള്ളവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് പ്ലസ് ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിനും കൂടി ഉള്ളതാണ്. പാടുകൾ മാറാനായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ടാൻ ഒക്കെ റിമൂവ് ആവാനായിട്ട് ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഫേസ് പാക്ക് എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ക്രീം ടൈപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ വിൻ്റർ സമയത്ത് ഇപ്പോൾ ഡിസംബറിൽ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും സ്കിന്ന് നല്ലതുപോലെ ഡ്രൈനെസ്സും ഒക്കെ ആവുന്നുണ്ട്. അപ്പം ഒരു ഗ്ലോ ഫിനിഷ് ഇല്ല. അപ്പം നല്ലൊരു ഗ്ലോ ഫിനിഷിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ബ്രൈറ്റൻ ആവണം, പ്ലസ് ഈ പാടുകളൊക്കെ മാറണം, അതുപോലെ ടാനൊക്കെ റിമൂവ് ആണ്. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം ബേസിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അത് ചെയ്യേണ്ട ഒരു പാറ്റേണും ഉണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/4 സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് മിക്സിയിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ഇത് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/4 സ്പൂൺ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 1 സ്പൂൺ 1/2 സ്പൂൺ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്, ബദാം ഓയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിൽ ഇല്ലാച്ചാൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഓയിലി സ്കിൻ ഉള്ളവർ ഈ ഓയിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പം ഇതുപോലെ ഒരു 1/2 സ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതിലൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ തേൻ പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു ഇത് റെമഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ തേൻ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പം അലോവേര ജെല്ല് കുറച്ച് കൂടുതൽ എടുക്കണം. ഈ 1 സ്പൂണിന് 2 സ്പൂൺ അലോവേര ജെൽ എടുക്കണം കേട്ടോ നമ്മൾ ഇത്രയും ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രീം രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയുടെ പൗഡർ ആഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും കട്ടിയിൽ വരുന്നത്, ഇതുപോലെ ക്രീമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമാണ്, അപ്പോൾ നീരാണ് ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസ് ആവും കേട്ടോ. അത് കുഴപ്പമില്ല, അതൊരു സിറം പോലെ ആവും. കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കോട്ടണിൽ എന്തെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലീച്ചാണ്, ഒരു നാച്ചുറൽ ബ്ലീച്ചാണ്. അപ്പം നമുക്ക് ലൈറ്റായിട്ടുള്ള സ്കാർസും അങ്ങനെ പാടുകളൊക്കെ മാറാനായിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനകത്തൊന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല നമ്മുടെ ഏതിൻ്റെ ആയാലും സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ്, പ്രത്യേകിച്ച് ഇതിൽ പൊട്ടറ്റോ പോലെയുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡഡ് ആകുമ്പോൾ നമ്മൾ ആഫ്റ്റർ ഒരു സൺസെറ്റ് ഒക്കെ അതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ കഴിയണ സമയത്ത് ഫേസ് നല്ലതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തൊരു തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ ചില ആൾക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിളിലൊക്കെ ആയിരിക്കും ഈ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അപ്പോൾ അവിടേക്ക് ഒരു തിക്ക് ലെയറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു 10 to 15 മിനിറ്റ്സ് വരെ നമുക്കിത് മുഖത്ത് വയ്ക്കാം. ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇറിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, കാരണം ഇത് ഡ്രൈ ആവില്ല ഒരുപാട്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത്, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർ കുറച്ച് പാലൊന്ന് എടുത്തിട്ട് ഒന്ന് കോട്ടണിലോ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മുഖത്ത് ഒന്ന് ജസ്റ്റ് മസാജ് പോലെ ചെയ്തിട്ട് അത് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ അങ്ങനെ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഓയിലും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട്
എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പം മോയ്സ്ചറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ആ ഒരു ഹൈഡ്രേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ ഹണി മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഹണി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പാടുകൾ മാറാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പൊള്ളൽ പറ്റുന്ന ആ ഒരു പാടുകൾ മാറാൻ പോലും ഹണി വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ പൊട്ടറ്റോ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മരയുടെ പൊട്ടറ്റോ പൗഡർ മേടിക്കാം. അതല്ല നിങ്ങൾക്ക് പൊട്ടറ്റോ പൗഡർ മേടിക്കണ്ട എന്നുള്ളവർ പൊട്ടറ്റോയുടെ ജ്യൂസ് എടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അലോവേര ജെല്ല് കൂടുതൽ എടുത്തിട്ട് വേണം പൊട്ടറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സരിത.